നമ്മളൊരു 8 മണിക്കൂറൊക്കെ പഠിക്കുകയാണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു ഫീൽ ടയേർഡ്, നോട്ട് പ്രൊഡക്റ്റീവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയുടെ പ്ലാൻ ചെയ്യേണ്ടതെന്നും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നും പറ്റിയാണ്. എസ്പെഷ്യലി ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എക്സാംസ് ലൈക്ക് ACCA, CA, CMA അല്ലാന്നുണ്ടെങ്കിൽ നീറ്റ്, JEE അതേപോലെ ഭയങ്കര ടഫായിട്ടുള്ള എക്സാംസൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തായാലും ഈ ടിപ്സ് നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് 10 പോയിന്റ്സ് ആണ് പറയുന്നത്. സോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് ലെറ്റ്സ് ക്ലിയർ വൺ തിങ്. 10-12 മണിക്കൂർ ഇരുന്ന് പഠിച്ച് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ഡേ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റീവായ സ്റ്റഡി ഡേ എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. നല്ല ഫോക്കസ് ചെയ്ത സെഷൻസ് ആയിരിക്കും അത്. അതേപോലെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത ഗോൾസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം അച്ചീവ് ചെയ്തു നോക്കാനുള്ള ഒരു പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാനുള്ള ഒരു പ്ലാൻ കൂടി നമ്മൾ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ ആ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രൊഡക്ടിവിറ്റി. നിങ്ങൾക്കിപ്പോൾ ഒരു 2 വീക്സിൽ എന്തെങ്കിലും എക്സാം കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് നാളെ തൊട്ടിട്ട് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് സ്റ്റഡി സെഷൻസ് വെച്ച് പഠിക്കാൻ പോവാം. അങ്ങനെയാണെങ്കിൽ നാളത്തെ നിങ്ങളുടെ സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് ഇന്ന് നൈറ്റാണ് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇന്ന് നൈറ്റിൽ നിന്ന് പഠിക്കണം എന്നല്ല, നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നതിന് മുന്നേ 3-4 ടാർഗറ്റ്സ് എവിടെയെങ്കിലും എഴുതി വെക്കണം. 10-15 ടാർഗറ്റുകളൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല. കാരണം അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡീമോട്ടിവേഷൻ ആവും. ലൈക്ക് ഒരു 25 ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിങ് ആ ഒരു ടോപ്പിക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2-3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അത് എഴുതി വെക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇതേപോലെ 3-4 എണ്ണത്തിൽ തുടങ്ങാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിച്ച് വരുന്തോറും നമ്മുടെ ടാർഗറ്റിൻ്റെ എണ്ണവും കൂട്ടി കൊണ്ടുവരണം. നമ്മുടെയൊക്കെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പഠിക്കാൻ ആഗ്രഹമില്ലാത്തതല്ല, നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ല. അപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ടൈം സേവ് ചെയ്യാം. കാരണം ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അടുത്തത് എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം വേണമെന്നും ഏകദേശം നമ്മുടെ മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, രാവിലെ സമയം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കാര്യങ്ങൾ. നമ്മുടെ ബ്രെയിൻ ഏറ്റവും ഷാർപ്പായിട്ടിരിക്കുക നമ്മൾ രാവിലെ സമയത്താണ്. അപ്പോൾ ആ ടൈം നമ്മൾ ഫോൺ നോക്കി സ്ക്രോൾ ചെയ്തിരിക്കാതെ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങാതെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലോ. അപ്പോൾ നിങ്ങളൊരു 6 മണി 6:30 ആകുമ്പോൾ എഴുന്നേക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ജസ്റ്റ് സ്ലൈറ്റ്ലി സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. കാരണം ബോഡി ഒന്ന് ജസ്റ്റ് മൂവ്മെൻ്റ് ആകുമ്പോൾ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക. നമുക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണോ അത് വേണം രാവിലെ ഇരുന്നിട്ട് പഠിക്കാൻ. രാവിലെ സമയം നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും, അതേപോലെ തന്നെ നല്ല ഫോക്കസ് ആയിരിക്കും. പുറത്തൊന്നും ആരും ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ആ സമയം ഇരുന്ന് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം പഠിക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് ഓഫ് ദി ഡേ ഭയങ്കര പേഷ്യൻസും പീസും ആയിരിക്കും. ഓവറോൾ നമുക്ക് നല്ലൊരു മൂഡായിരിക്കും എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ടഫുള്ളത് ഓൾറെഡി പഠിച്ചു തീർത്തല്ലോ, അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൻ്റെ ബേസിൽ നമുക്ക് അന്നത്തെ ദിവസം മൊത്തം അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. ഒറ്റയടിക്കിരുന്ന് 5-6 മണിക്കൂറൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും അല്ലേ? പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ. കാരണം ഈ 5-6 മണിക്കൂറൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ആദ്യത്തെ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ മാക്സിമം ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ബാക്കി അത്രയും ടൈം പഠിക്കുന്നത് നമുക്ക് മോസ്റ്റ്ലി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. രണ്ടാമത്തത് നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. മൂന്നാമത്തത് ആകെ ചടച്ച് മടുത്ത് പിന്നെ അന്നത്തെ ദിവസം ഒന്നിനും പറ്റില്ല, ആ ഒരു രീതിയിൽ എക്സോസ്റ്റഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ മാരത്തോൺ പോലെ പഠിക്കാതെ സ്റ്റഡി ഇൻ ബ്ലോക്സ്, അതായത് സെഷൻ വെച്ച് പഠിക്കുക. ലൈക്ക് ഒരു 1 hour പഠിക്കുക, എന്നിട്ട് അതിന് 10 minutes ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 3-4 സെഷൻ വെക്കുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. കാരണം നമ്മൾ അത്ര എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യില്ല. ആ 10 minutes ബ്രേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം 10 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മൂഡ് അങ്ങനെയേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നീച്ച് കുറച്ച് വെള്ളം കുടിച്ച് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് ഒന്ന് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ കിട്ടും നമുക്ക്. അപ്പോൾ ത്രൂ ഔട്ട് ദി ഡേ നമുക്ക് അങ്ങനെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ 10 മിനിറ്റിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ ടൈമിൽ റീൽസ് കാണാൻ ഒരു കാരണവശാലും പോകരുത്. കാരണം ആ 10 മിനിറ്റ് ബ്രേക്ക് എന്നുള്ളത് 20 മിനിറ്റ് ആവും, 30 മിനിറ്റ് ആവും, 40 മിനിറ്റ് ആവും, നമ്മൾ അറിയ പോലുമില്ല. അപ്പോൾ ആ ടൈം നിങ്ങൾ റീൽസ് കാണരുത്. പിന്നെ അങ്ങനെ ഒരു ബ്ലോക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം, ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ പഠിക്കുന്നുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് റീൽസൊക്കെ നോക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കാം, പക്ഷേ റീൽസ് ഒരു കാരണവശാലും എടുക്കരുത്. കാരണം ഭയങ്കര എൻ്റർടൈനിങ് ആണല്ലോ. ഞാൻ തന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ റീൽസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇന്നത് പഠിക്കാനുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ പഠിക്കാൻ ഇരുന്നതായിരുന്നല്ലോ എന്ന ഓരോ ഓർമ്മ നമുക്ക് വരിക. നമുക്ക് ആക്ച്വലി 2 രീതിയിൽ പഠിക്കാൻ പറ്റും. ആക്റ്റീവായിട്ടും പഠിക്കാൻ പറ്റും, പാസീവായിട്ടും പഠിക്കാൻ പറ്റും. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും ഈ പാസീവായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തീരെ അൺപ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. പാസീവായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലെക്ചേഴ്സ് കണ്ടുകൊണ്ടിരിക്കുക, അതായത് ക്ലാസ്സസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നോട്ട്സ് എടുത്ത് പിന്നെയും വായിക്കുക. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് സ്റ്റുഡൻസ് ചെയ്യുക. കാരണം ഇത് നമുക്ക് വലിയ പണി വരുന്നില്ല, കാരണം ഓൾറെഡി ഉള്ള നോട്ട്സ് ഇരുന്ന് വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, ഈ ചെവി കൂടെ കേൾക്കും ഈ ചെവി കൂടെ വിടും, അത്ര പണിയുള്ളൂ. ഒരു 5 മിനിറ്റ് മുന്നേ ആ ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഒരു ദിവസം നമ്മൾ 5-6 മണിക്കൂർ ക്ലാസ് ഇരുന്ന് കേട്ടാലും തീരെ ഒന്നും പഠിക്കാത്ത പോലെ തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രീതി മാറ്റിയിട്ട് നമ്മൾ ആക്റ്റീവ് ലേണിലേക്ക് പോവുക. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസുകളിലേക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് കുറച്ച് ഒച്ചത്തിൽ നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. ലൈക്ക് നമ്മളൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ദീസ് ഈസ് ദാറ്റ് ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പോൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ ഈ പഠിക്കുന്ന ടോപ്പിക്സൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. അതേപോലെ തന്നെ ഇനി ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് അത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ ഒരു ഈസി ട്രിക്ക് എന്താ വെച്ചാൽ, നമ്മൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുക, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഒറ്റയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, ബുക്കിൽ നോക്കാതെ. അങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംഭവം പഠിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ലൈക്ക് ചില ടോപ്പിക്സൊക്കെ നമുക്ക് തോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലൈക്ക് നമുക്ക് മനസ്സിലായി, പക്ഷെ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ല, നമ്മൾ എന്തൊക്കെയോ മനസ്സിലാക്കി എന്നല്ലാതെ നമുക്ക് എക്സാമിന് വന്നാൽ അതെന്തായാലും എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരേ കാര്യം 100 വട്ടം പഠിക്കുന്നതിന് പകരം ആദ്യത്തെ പ്രാവശ്യം തന്നെ നല്ല ക്ലീനായിട്ട് പഠിച്ചു പോവാം. ഇൻപുട്ട് കുറച്ചിട്ട് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കുക. അതായത് നമ്മൾ സ്റ്റഡി ഹവേഴ്സ് മാക്സിമം കുറയ്ക്കുക, എന്നിട്ട് അതിൽ മാക്സിമം റിസൾട്ടിലേക്ക് വേണം നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യാൻ. ലെറ്റ്സ് ബി ഓണസ്റ്റ്, നമുക്ക് എന്തായാലും 100% ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കാൻ പറ്റില്ല, എസ്പെഷ്യലി ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ. ലൈക്ക് നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ഞാനിപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പട്ടിക്ക് ഫുഡ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും കൊണ്ടുണ്ടാവും, ലൈക്ക് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും പണികളുണ്ടാവും. നമുക്കിതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ നമ്മളിങ്ങനെ ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂഡ് ഔട്ട് ആക്കാതെ അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ ഫോണാണ് നിങ്ങൾ ഡിസ്ട്രാക്ഷൻ എന്നുണ്ടെങ്കിൽ ഫോൺ മ്യൂട്ട് ആക്കിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റഡി ബ്രേക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഫോൺ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ്, ഇത്ര ഹവേഴ്സിന്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരോട് പറയാം, ഞാൻ ഈ ഒരു ടൈമിൽ പഠിക്കാനിരിക്കാൻ പോവാണ് കേട്ടോ, അപ്പോൾ മാക്സിമം എന്നെ ശല്യം ചെയ്യാതെ അല്ലെങ്കിൽ എന്നെ ബോദർ ചെയ്യാതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് നമ്മൾ നേരത്തെ നമ്മുടെ പാരൻസിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു പരിധി വരെ നമ്മൾ ആ ഒരു ടൈമിൽ ബുദ്ധിമുട്ടിക്കില്ല. നമ്മളിതൊന്നും പറയാതെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തോന്നുന്ന ടൈമിൽ പഠിക്കാനിരിക്കുന്നു. അത് അവർക്ക് അറിയില്ല നമ്മൾ ഈ ടൈമിൽ പഠിക്കാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി സെഷൻ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും. ഇപ്പോഴൊക്കെ ഞാൻ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലെ പറയാം, ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യണം, അപ്പോൾ നിങ്ങൾ കടേൻ്റെ കാര്യത്തിനൊക്കെ വേറെ ആളെ വെച്ചോളൂ, അല്ലെങ്കിൽ ഓട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ കണ്ടോളൂ, എനിക്ക് ഈ ടൈമിൽ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ വീട്ടിൽ പറയും. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ലൈക്ക് നോർമലി എങ്ങനെയാണോ എനിക്ക് വേണ്ടത് ആ രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ജെനുവിൻ ആണെന്ന് നിങ്ങളുടെ പാരൻസിന് തോന്നുകയാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ ആ ടൈമിൽ നമ്മൾ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഫോൺ കളിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് പിന്നെ അവർക്ക് ഇപ്പം പഠിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഇത് തോന്നിയ ദിവസം കാണിക്കുകയാണല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് വരിക. അപ്പോൾ അതിന് നിൽക്കാതിരിക്കുക മാക്സിമം. ഇനിയിപ്പോൾ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നാൽ തന്നെ നമ്മളതിനെ ക്ഷമിച്ചു വിടാം. അല്ലാതെ അയ്യോ ഇതിപ്പോൾ ഡിസ്ട്രാക്ഷൻ ആയല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസമേ പോയി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള സമയം കൂടി വേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ സംഭവിച്ചു പോയി, അപ്പോൾ അതെന്താ, അത് കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു, പിന്നെ ബാക്കി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വേണം നോക്കാൻ. ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ നോക്കരുത്, നടക്കൂല. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഫുഡ് കഴിക്കുക, ഒരു 1-1.5 മണിക്കൂർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളുക. കാരണം ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്താലും ഗുണം പിടിക്കില്ല. നമ്മളിപ്പോൾ പുതിയ ടോപ്പിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഫുള്ള് ബേൺ ഔട്ട് ആയിപ്പോവും. സോ അതിലും നല്ലത് ആ ടൈമിൽ നിങ്ങൾ വല്ല സിനിമ കാണുക അല്ലെങ്കിൽ ഫോൺ കളിക്കുക, കിടന്നുറങ്ങുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് ഉറങ്ങി നീക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് ബാക്കി കൂടി പഠിക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് എക്സാം തൊട്ടടുത്തെത്തി കുറേ പഠിക്കാനുണ്ടെന്നാണെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല ഇക്വേഷൻസ് നോക്കാനാണെങ്കിൽ അത് നോക്കാനോ, നോട്ട്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടണമെങ്കിൽ അത് ചെയ്യാനോ, അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പുതിയ ടോപ്പിക്സ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടെടുത്ത് നോക്കരുത്, നടക്കില്ല. നമ്മളെ ഉള്ള മൂടൊക്കെ പോകും, പിന്നെ വൈകിട്ടും കൂടി പഠിക്കാൻ പറ്റില്ല. പുതിയ ടോപ്പിക്സ് അല്ലെങ്കിൽ ഹാർഡ് ടോപ്പിക്സ് എപ്പോഴും രാവിലെ അല്ലെങ്കിൽ രാത്രി ആ ടൈമിലൊക്കെ പഠിക്കാൻ നോക്കുക. കാരണം അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ നല്ല ആക്റ്റീവായിട്ടിരിക്കുക. ഉച്ച സമയങ്ങളിൽ റിവിഷൻ, റെസ്റ്റ്, അതേപോലെ തന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഈ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രാവിലെ പഠിച്ചിട്ട് അങ്ങനെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ വൈകിട്ട് ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളിപ്പോൾ ഇൻ കേസ് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ ഉറങ്ങി നീച്ചൊന്ന് ഫ്രഷായി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ആ രാവിലെ പഠിച്ച കാര്യം ഒന്നും കൂടി റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ഇനിയും നമുക്ക് വീക്ക് പോയിൻറ്റ്സ് ഉണ്ടോ, ലൈക്ക് ഇനി അതൊന്നും കൂടി പഠിക്കേണ്ട ആവശ്യമുണ്ടോ, നമുക്കതിന് ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാൻ പറ്റുമോ. അപ്പോൾ ഇതുവരെയുള്ള സിറ്റുവേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ രാവിലെ എഴുന്നേറ്റു, ഫ്രഷായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സൊക്കെ ഒന്ന് പഠിച്ചു.
അത് തന്നെ 1 മണിക്കൂറിൻ്റെ സെഷൻസ് ആക്കിയിട്ട് 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി, ഫോണിൽ നോക്കി, വാട്ട് എവർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ റിവിഷൻ ചെയ്തു. ഇനി ഏറ്റവും ലാസ്റ്റ് സെഷൻ, അതായത് രാത്രിത്തെ സെഷൻ. രാത്രി ഇതേപോലെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ പഠിച്ച് നമ്മൾ പഠിത്തം നിർത്തുകയാണ്. ബുക്കാണ് മാറ്റി വെച്ചിട്ട് ഇനി ഫോൺ കളിയോ അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പോവേ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പോവാം. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കണം. ഇന്ന് നമ്മൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ലൈക്ക് നമ്മുടെ ടാർഗറ്റിലുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്തോ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടോ, നാളെ ഇതിനെക്കാട്ടിലും ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് എന്തെങ്കിലും ബെറ്റർ ആക്കി കൊണ്ടുവരാനുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളോട് തന്നെ ഒന്ന് ഫീഡ്ബാക്ക് എടുക്കണം. കാരണം പ്രോഗ്രസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. അല്ലാതെ ഒറ്റൊരു ദിവസം നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരുന്ന് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല. സോ അങ്ങനെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും വരുത്തുന്ന മിസ്റ്റേക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നെക്സ്റ്റ് ഡേ നമുക്കതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കങ്ങനെ എക്സ്ട്രീമായിട്ട് ഡിസിപ്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്താൽ മതി. കാരണം ഭയങ്കര ഹൈ മോട്ടിവേഷനിൽ ഒരു ദിവസം ഇരുന്ന് മൊത്തം അങ്ങോട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പഠിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10-20 ദിവസം കിട്ടുകയാണെങ്കിൽ അത് നല്ല ചേഞ്ച് ഉണ്ടാകും. നമ്മുടെ ഓവറോൾ ഗ്രേഡിലാണെങ്കിലും നമുക്കുണ്ടാകുന്ന നോളേജിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതിയിലാണെങ്കിലും ഭയങ്കര മാസീവായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകും ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാനിരിക്കുക. ആൻഡ് നിങ്ങളുടെ റിസൾട്ടിൽ അത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് പുഷ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സ്റ്റഡി ടിപ്സ്, വ്ളോഗുകൾ, മോട്ടിവേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറ്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.